ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി വിഭാഗം വിദ്യാർത്ഥികൾക്ക് AEC അറബിക്കായിട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻ ഇൻ അറബിക് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് 2 യൂണിറ്റുകളാണ്. ബ്ലോക്ക് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ്, മുക്കാബല അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു ആളെ ഏറ്റൊരു ഫോർമലായിട്ടുള്ളൊരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിനാണ് പറയുന്നത്. ഇപ്പോൾ ജോബിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള നമ്മളെന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, എന്താണ് നമ്മളെ ജോബിന് സൂട്ടബിൾ ആണോ എന്ന് നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും അതിൽ വരുന്നത് നമ്മുടെ പേര്, ഏജ്, നാഷണാലിറ്റി, പ്രൊഫഷൻ, എക്സ്പീരിയൻസ് ഒക്കെയാണ് ചോദിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മലയാളം അറബിക് വേർഡുകളൊന്ന് നോക്കാം. മുക്കാബല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ, ജിൻസിയ പൗരത്വം, നമ്മുടെ നാഷണാലിറ്റി, അതുപോലെ മെഹ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ, ഉംർ വയസ്സ്, തലബ് അപേക്ഷ, നമ്മുടെ റിക്വസ്റ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ, ഔറാക്ക് രേഖകൾ, നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, മറ്റൊന്ന് മുആസിബ് അക്കൗണ്ടൻറ്റ്. ഇതൊക്കെയാണ് ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു ഇൻ്റർവ്യൂ ഡയലോഗ് കൊടുത്തിട്ടുണ്ട്, പുസ്തകത്തിലുള്ളത് തന്നെയാണ്. ഒരു മാനേജറും അതുപോലെ എന്താണ് കാൻഡിഡേറ്റിൻ്റെ പേര് നബീൽ എന്നാണ്. മാനേജർ സുബാൽ ഖൈർ, നമ്മൾ നേരത്തെ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ മസ്മുക്ക് എന്താണ് ഇസ്മി നബീൽ റാഷിദ്, തലബുക്ക എന്താണ് ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാമലു ഫിഷ് ശരിക്ക, കമ്പനിയിലൊരു ജോലി വേണം. മാ ജിൻസിയത്തുക, താങ്കളുടെ പൗരത്വം ഏതാണ്? അന മിസ്രി, ഞാൻ ഈജിപ്തുകാരനാണ്. മാ ഉംറുക്ക, വയസ്സെത്ര? അപ്പോൾ നബീൽ അനഫീസ് സലാസീൻ, എനിക്ക് 30 വയസ്സായി. മാ മെഹ്നത്തുക, മുഹാസിബ് അക്കൗണ്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതിനാൽ ഔറാഖ് രേഖകൾ എവിടെ? ഔറാഖ് ഫിൽ ഖൈബ, ബാഗിലുണ്ട് എന്നുള്ള ജസ്റ്റ് എന്താണ് ഇതൊരു ജനറലായിട്ട് വരുന്ന ഒരു ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇനിയിപ്പോൾ എവിടെ എന്ന ചോദ്യം, ആസ്കിങ് വേർ, അതിന് ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട്, എവിടെയെങ്കിലുമൊക്കെ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരിതാണ്. അയിനൽ കലം, പേന എവിടെ? അൽ കലം ഫിൽ മക്തബ്, പേന മേശപ്പുറത്തുണ്ട്. നബീൽ എവിടെ എന്നുള്ളതിന് എന്താണ്? അയിന നബീൽ ഫിൽ ഫുന്ദുക്ക്, നബീൽ ഹോട്ടലിലുണ്ട്. ഇപ്പോൾ ആര് എന്നുള്ള ചോദ്യത്തിനാണെങ്കിൽ ആസ്കിങ് വൂ, മൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. മാൻ ഈസ് ആസ്കിംഗ് എ പേഴ്സൺ. മൻഫിൽ മുഖത്തബർ, ആരാണ് ലാബിലുള്ളത്? അത്തുല്ലാബ്, വിദ്യാർത്ഥികളാണ്. മൻഫിൽ ബൈത്തിൽ വീട്ടിലാരാളുള്ളത്? ഫിസ് സമീറ എന്നുള്ളത്. ഇനിയിപ്പോൾ അക്കങ്ങൾ, നമ്പർ അല്ലെങ്കിൽ ഏജുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇഷ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20, സലാസീൻ 30, അർബൈൻ 40, ഹംസീൻ 50. ഈ വാക്കുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു അഭിമുഖത്തിൽ സാധാരണയായിട്ട് നമ്മൾ പേര്, വയസ്സ്, അതുപോലെ തൊഴിൽ, മെഹ്ന, ജിൻസിയ ഇതൊക്കെയാണ് ചോദിക്കുക. അതിനാണ് ഉപയോഗിക്കുന്നത്. സ്ഥലം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, ആളെ കുറിച്ച് ചോദിക്കാൻ മന്നാണ് ഉപയോഗിക്കുക. ഫി, സ്ഥലം പറയാൻ ഉപയോഗിക്കുന്നത് ഇതാണ്, ഫിൽ മക്തബ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ബ്ലോക്ക് 2 യൂണിറ്റ് 2 പഠിക്കാനുള്ളത് ഫിൽ മത്താർ, എയർപോർട്ടിലുള്ളതിനെ പറ്റിയ സംഗതികളാണ്. അതായത് ട്രാവൽ റിലേറ്റഡ്, നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതാണ്. എയർപോർട്ടിലുള്ള, വിമാനത്താവളത്തിലൊക്കെ ഉള്ള സംഭാഷണങ്ങൾ. ഇപ്പോൾ സമീറ സിറ്റുവേഷൻ, ഷീ ഈസ് നൗ ട്രാവലിംഗ്, ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ഫ്രണ്ട് സൈനബ്. അപ്പോൾ സൈനബ് താൻ്റെ റൂട്ട് എന്ന് പറയുന്നത് കമ്മിങ് ഫ്രം ലണ്ടൻ, ഖാദിമത്ത് മീൻ ലണ്ടൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാക്കുകൾ, മത്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്താവളം അല്ലെങ്കിൽ എയർപോർട്ട്, മുസാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാരന്, ട്രാവലറായിട്ടുള്ള, ഖാദിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നവന്, സാഹിബ് പോകുന്നവന്, ഇന്തിലാർ കാത്തിരിപ്പ്, രഹ്ല സഹിത ശുഭയാത്ര, നമ്മൾ ഹാപ്പി ജേണി എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കോൺവെർസേഷൻ റിലേറ്റഡ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആസ്കിങ് വേർ ടു അല്ലെങ്കിൽ വേർ ഫ്രം. അപ്പോൾ ഇതെങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് എന്നുള്ളതിന്, ടു വേർ എന്നുള്ളതിന് ഇലാഹൈന അനത്ത മുസാഫിർ, താങ്കൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? അന മുസാഫിർ ഇല്ല ബാരിസ്, ഞാൻ പാരീസിലേക്കാണ് യാത്ര ചെയ്യുന്നത്. എവിടെ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രം, അയിന് എന്താ പറയുക, മിൻ ഐന ഹിയ ഖാദിമ, അവൾ എവിടെ നിന്നാണ് വരുന്നത്? ഹിയ ഖാദിമത്ത് മിൽ ലണ്ടനിൽ നിന്നാണ് വരുന്നത്. ഇനിയിപ്പോൾ വാചകങ്ങൾ കണക്റ്റിംഗ് സെൻറ്റൻസ് ആയിട്ട് വരുന്നതാണ് വ ആൻഡ് ഫീ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നൗൺ 1 വാ, അതുപോലെ എന്താണ് നൗൺ 2 ഫീ, ലൊക്കേഷൻ അങ്ങനെയാണ് കൊടുക്കുന്നത്. അഹമ്മദ് വ സമീറ ഫിൽ മത്താർ, അപ്പോൾ 2 ആളുകൾ ഉണ്ടാകുമ്പോൾ അഹമ്മദും സമീറയും വിമാനത്താവളത്തിലാണ്. അതുപോലെ അത്തുല്ലാബ് ഫിൽ മുഖത്തബർ, ഈ
ഫീ വരുന്നുണ്ടല്ലോ, വിദ്യാർത്ഥികൾ ലാബിലാണ്. ഈ രാജ്യങ്ങൾക്ക് പറയുന്ന വാക്കുകളാണ് ഫ്രാൻസ് പാരീസ്, ലണ്ടന് ലണ്ടൻ, അതുപോലെ ഈജിപ്തിന് അൽ ഖാഹിറ അല്ലെങ്കിൽ മിസ്ർ എന്ന് പറയും. ഗൾഫ് രാജ്യങ്ങൾക്ക് കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ അങ്ങനെയൊക്കെയാണ് പറയാം. അപ്പോൾ യാത്ര എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരിടത്തേക്ക് പോകുന്നതിന് മുസാഫിർ എന്നാണ് വിളിക്കുന്നത്. ഒരാൾ എവിടെ നിന്നെങ്കിലും വരുന്നതിനെ ഖാദിം എന്ന് പറയുന്നു. അപ്പോൾ യാത്ര പോകുന്ന ആളിനോട് ഫി അമാനില്ല അല്ലെങ്കിൽ എന്താണ് റില സഹിത ശുഭയാത്ര എന്ന് പറയും. ഇതാണ് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ബ്ലോക്ക് 2 മൂന്നാമത്തെ യൂണിറ്റിൽ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാഷ്വൽ മീറ്റിംഗ് നമ്മൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ആളെ പറയാനൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. കണ്ടുമുട്ടലിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഇപ്പോൾ അബ്ദുള്ള മീറ്റ്സ് ജാസിം, അബ്ദുള്ള ഇൻട്രൊഡ്യൂസ് ഹിസ് ഫ്രണ്ട് റോബർട്ട് ടു ജാസിം. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് ആദാ സ്വദീഖി, ഇവനെ നമ്മൾ ഒരാൾ കണ്ടിട്ട് ഒരാളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇതെൻ്റെ സുഹൃത്താണ്. പിന്നെന്താണ് അന സഹീദും ബി മുഖാബലത്തിക്ക, നിങ്ങളെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതിന് ഇപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ഗോയിങ് അതുപോലെ കമ്മിങ്, ഇതിനെ 2 കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. ഗോയിങ്ങിന് ദാഹിബ് എന്ന് പറയും. ഇല്ല അതിനകത്ത് ദാഹിബ്, താങ്കൾ എവിടേക്കാണ് പോകുന്നത്. അന ദാഹിബ് ഇലൽ മക്തബത്തി, ഞാൻ ലൈബ്രറിയിലേക്ക് പോകുന്നു. ഇപ്പോൾ വരുന്നു എന്നുള്ളതിനാണെങ്കിൽ നമ്മൾ ഖാദിം എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുക. അന ഖാദിം മീൻ, ഞാൻ ഇന്ന സ്ഥലത്തു നിന്ന് വരികയാണ് എന്നുള്ളത്. അതുപോലെ ദേശീയതകൾ, ഇപ്പോൾ നാഷണാലിറ്റി, ഇപ്പോൾ പൗരത്വം അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ മാ ജിൻസിയത്തൊക്കെ താങ്കളുടെ പൗരത്വം നാഷണാലിറ്റി ഏതാണ്. അംരീക്കി അമേരിക്കക്കാരന്, പാകിസ്ഥാനി, ഹിന്ദി ഇന്ത്യക്കാരൻ, ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിലൊരു സാമ്പിൾ ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. ഹലോ അബ്ദുള്ള, യാസിം ചോദിക്കുകയാണ് ഹൈലൻ യാ അബ്ദുള്ള ഇല ഐന അൻത ദാഹിബ് ഇലൽ മക്തബ ഹാദാ സ്വദീഖി റോബർട്ട്, ഇതെൻ്റെ സുഹൃത്ത് റോബർട്ടാണ്. അല്ല അപ്പോൾ പറയാണ് ഫുർസത്തുൻ സഹീദ, റോബർട്ട് പരിചയപ്പെട്ടൊരു സന്തോഷം ഇതാണ്. അന അമേരിക്ക, അന പാകിസ്ഥാൻ, അന ദാഹിബുൻ ഇലൽ മുത്തഹമ്മി. അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ പുതിയ ഒരാളെ പരിചയപ്പെടുമ്പോൾ അഹ്ലൻ വസഹ്ലൻ എന്നും ഫുർസ സഹീദ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ മൂവ്മെൻറ്റിന് സാഹിബ് എന്ന് പറയും, ഖാദിമ് വരുന്നവൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 പഠിക്കാനുള്ളത് ക്വസ്റ്റ്യൻ ടൂൾസ് ആണ്. ദാവത്തുൽ ഇസ്തിഫ്ഹാം, അതായത് ഇപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ഫോമുകളാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അതിലൊന്നാണ് ഇൻ്റഗ്രേഷൻ അൽ ഇസ്തിഫ്ഹാം എന്ന് പറയും. ഇപ്പോൾ അക്ഷരങ്ങൾ പ്രധാനമായിട്ടും ഹൽ, ഹംസ, നാമങ്ങളായിട്ട് ലൈക്ക് മാ, മൻ, ഐന ഒക്കെ ഉപയോഗിച്ച. അപ്പോൾ അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് യെസ് ഓർ നോ, ഹൽ എന്നുള്ളത്. അൽ എന്ന് പറയുമ്പോൾ ആൻസർ ആയിട്ട് എന്താണ് ല അല്ലെങ്കിൽ നെഹം. നെഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്, ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ. അപ്പോൾ ഉദാഹരണത്തിന് അൽ ഫഹിംത ദറസ, നിങ്ങൾ പാഠം മനസ്സിലാക്കിയോ. നെഹം ഫഹിംതു, ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഉണ്ട് എന്നുള്ളതിന് നെഹം, അല്ലെങ്കിൽ എന്താണ് ഇല്ല എന്നുള്ളതിന് ല എന്നുള്ളത്. ഹംസ വരുന്നതാണ് പിന്നെ എന്താണ് ഹാൽ, യൂസ് ടു സംതിങ് ചൂസ് ബിറ്റ്വീൻ ഓപ്ഷൻസിൻ്റെ ഇടയിൽ യെസ് ഓർ നോ സെലക്ട് ഓപ്ഷന്. അപ്പോൾ ഹിബ് ഷായ്, നിങ്ങൾ ചായ ഇഷ്ടപ്പെടുന്നുണ്ടോ, നോ. അതുപോലെ എന്താണ് ഇത് ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് ആണെങ്കിൽ അലൈസ, എന്താണ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പോൾ നാമങ്ങൾ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ നൗൺസ് മാത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അചേതന വസ്തുക്കൾ, അതായത് നോൺ ഹ്യൂമൻസ് ആയിട്ടുള്ള. ഇപ്പോൾ എന്തിന്, എന്താണ് പേര് എന്നൊക്കെ ചോദിക്കില്ലേ. പിന്നെ മൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളെ കുറിച്ച്, മൻഹാദ ഇതാരാണ്. ഐന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തെക്കുറിച്ച് പറയുന്നതാണ്. ഐനൽ കലാം, ഏതെങ്കിലും സ്ഥലത്ത് ഇതിനുള്ളതാണ് ഐന എന്ന് പറയുന്നത്. പിന്നെ മത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തെക്കുറിച്ച്, ഇപ്പോൾ എപ്പോൾ, ഉപ്പ എപ്പോഴാണ് എത്തുക. കൈഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ള ഒരു കണ്ടീഷൻ, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ കം കലമൻ തുരീഖ്, എത്ര പേന വേണം അങ്ങനെയുള്ള. ലിമാദ റീസൺ, കാരണത്തെക്കുറിച്ച്, എന്തുകൊണ്ട് എന്നുള്ളതിന് ലിമാദ അഷ്റഫ് ജസൈൻ, അഷ്റഫ് എന്താണ് സങ്കടപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ളത്. കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് എത്ര എന്നുള്ള ഇതിൻ്റെ അർത്ഥം. ഹൗ മെനി ബുക്സ് കം കിതാബൻ. ലിമാദ എന്ന് ഉദ്ദേശിക്കുന്നത് ബിഗിനേഴ്സ് ല ഇന്ന, അതായത് ബിക്കോസ് ഇസ് മദേഴ്സ് സിക്ക്, ഇന്ന അങ്ങനെയുള്ളൊരിത്. മിൻ ഐന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന്, ഫ്രം വേർ എന്നുള്ള അർത്ഥം. ഇലാ ഐന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക്. അതുപോലെ ബിക്കം, എത്ര രൂപക്ക്. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ. ദാറ്റ്സ് ഓൾ. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്, ബ്ലോക്കിൽ പഠിക്കാനുള്ളത്.